നമസ്കാരം. കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുത്തംകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഇസിയാൻ സ്പോർട്സ് സിറ്റി ആൻഡ് കൺവെൻഷൻ സെന്ററിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നു. ഡിസംബർ 29 നടന്ന ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ ശ്രീമാൻ AN ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കൊപ്പം സ്പോർട്സ് മേഖലയിലെ വിദഗ്ധരും ചടങ്ങിൽ പങ്കെടുത്തു. സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇനങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലാണ് ഇവിടുത്തെ ട്രെയിനിങ് സെഷനുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഇവിടെ ട്രെയിനിങ്ങിനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പരിശീലനവും ജിംനേഷ്യവും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു. പുത്തൻകുളത്തുകാർക്ക് ന്യൂ ഇയർ സമ്മാനമായി ലഭിച്ച ഇസിയാൻ സ്പോർട്സ് സിറ്റിയുടെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിലേക്കും ശേഷം നടന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക റിമി ടോമിയുടെ മ്യൂസിക്കൽ നൈറ്റിലേക്കും ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇവിടെ ഇസിയാൻ്റെ അതിവിശാലമായ വോളിബോൾ കോർട്ടും അതുപോലെ തന്നെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടും ഒക്കെ ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ഇന്നത്തെ ഫങ്ഷൻസൊക്കെ നടക്കുന്നത്. അതായത് ഇസിയാൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകളും അതിനെ തുടർന്ന് റിമി ടോമിയുടെ മ്യൂസിക്കൽ കൺസേർട്സും ഒക്കെ നടക്കുന്നത് ഇവിടെ വച്ചാണ്. Yeah. ചൊല്ലുവാൻ നാവിനാകെ നബി സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയറിയണമേ. എൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ചിന്തയിൽ നിന്ന് ഉടലെടുത്താണ് ഈ സ്പോർട്സ് സിറ്റി. ഈ സ്പോർട്സ് സിറ്റി എല്ലാം ഒരു കുടക്കീഴിൽ വരണമെന്നുള്ള ആഗ്രഹത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് സ്കൂൾ അക്കാഡമി തുടങ്ങണമെന്നാണ്. കാര്യം ഈ സ്പോർട്സിന് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കൂടെ ഉണ്ട്. എന്തുകൊണ്ട് കുറച്ച് കുട്ടികളെ നമുക്ക് അതിലോട്ട് കൊണ്ടുവന്നു അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഇവിടെ ഈ പുത്തംകുളത്തുണ്ട്. സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്നുണ്ടായാൽ മതി. നമുക്ക് കുറേ കേരളത്തിലെ കുറേ കായിക താരങ്ങളെയും അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. മറ്റുള്ളത് നാട്ടുകാരും കൂടെ എനിക്ക് സപ്പോർട്ട് തന്നാൽ
എല്ലാ നാട്ടുകാർക്കും ഞാൻ എൻ്റെ വിദ്യാൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിൻ്റെ കുറേ സ്വപ്നങ്ങൾ, ഈ സ്പോർട്സ് സിറ്റി ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങൾ എന്നോട് പങ്കുവച്ചത്, സമാനമായ നിരവധി പദ്ധതികളെ സംബന്ധിച്ച് ഞാനുമായി സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹം ഈ നാടിനു വേണ്ടി സമർപ്പിക്കാനുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്പോർട്സ് സെൻറ്റർ സിറ്റി ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഇന്ന് ഇത് വരുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്പോർട്സ് സിറ്റിയും ഒരു കൺവെൻഷൻ സെൻറ്ററും ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് നിർമ്മിച്ചു തന്ന ബഹുമാന്യനായ ഷാജിക്കയോട് കേരള നിയമസഭയ്ക്കുള്ള ആദരവും നന്ദിയും ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചിന്തിക്കുമ്പം 1000 രൂപ നിക്ഷേപിക്കുമ്പം അതിൽ എത്ര റിട്ടേൺ കിട്ടുമെന്ന് ആലോചിക്കുന്നവരാണ് പലരും. ഇവിടെയാണ് 25 കോടിയിൽ പരം രൂപ ഈ നാട്ടിലെ സാധാരണക്കാരന് കളിക്കാൻ, ഇവിടുത്തെ സാധാരണക്കാരന് ഗ്യാദർ ചെയ്യാൻ എല്ലാം കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ഇത് വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. They can't follow me. Am I right? So you please support him in a very good manner, because he's a good man and also a good philanthropist, and he's done a great job for Malayalis. On behalf of Malayali, we are again asking to you, give full wholehearted support to Mr. Shadika in his business in Muscat. Okay. അദ്ദേഹം ആരംഭിച്ചത് മാളല്ല, ഷോപ്പിംഗ് മാളല്ല. അദ്ദേഹം ആരംഭിച്ചത് സിനിമ തിയേറ്റർ അല്ല. അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് വളരെ റിസ്ക് എടുത്താൽ മാത്രം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ്. അദ്ദേഹം സ്പോർട്സിനെ സ്നേഹിക്കുന്നു. ഇത് തന്നെ ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ്. ഒരു മൾട്ടിപർപ്പസ്, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് മൾട്ടിപർപ്പസായി പല ഗെയിംസിൽ ഉപയോഗിക്കാം. തൊട്ടപ്പുറത്ത് ടേഫ് ഉണ്ട്, വേറൊരു ഭാഗത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്. ബാസ്കറ്റ് ബോളിന്, ക്രിക്കറ്റിന്, ഹോക്കിയെ, വോളിബോളിന്, ക്യാരംസിന് എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന, സ്പോർട്സ് ആക്ടിവിറ്റീസിനെ നല്ല രീതിയിൽ അദ്ദേഹം സ്നേഹിക്കുന്നു. സ്പോർട്സിനെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. പിന്നെ എല്ലാം സർക്കാരിന് പരിമിതികളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലാകെ സ്റ്റേഡിയം കെട്ടാൻ പണം ഉണ്ടാവില്ല. അവിടെയാണ് സർക്കാർ PPP മോഡലിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്, ഇതൊരു പ്യൂർലി പ്രൈവറ്റ് ആണ്. ഇത്തരം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ, സംരംഭകന്മാർ, ആൻട്രപ്രണേഴ്സ്, അവർ കടന്നു വരുമ്പം അവരെ പ്രൊമോട്ട് ചെയ്യാൻ വരുന്നു. അതാണ് നിങ്ങൾ ഈ നാടിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ ജയലാൽ നന്ദി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മറ്റൊരു ഷാജിക്കോട് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ തലശ്ശേരിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ്, ഇനി ആടെയൊന്ന് തുടങ്ങാൻ വന്നാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. കാരണം സംരംഭകന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ യൂത്ത് വഴിമാറി പോകുന്നു. ഡ്രഗ്സിൻ്റെ പിടിയിലകപ്പെടുന്നു. ഡ്രഗ്സിൻ്റെ പിടിയിലകപ്പെടുന്ന തലമുറയെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം? അതിനൊരു മാർഗം അവരെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യലാണ്. സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് അബ്യൂസ് ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു. എങ്ങനെയാണ് അത് അതിജീവിച്ചത്? അവിടുത്തെ യൂത്തിനെ അവർ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് റൂട്ട് ചെയ്യുന്നു. അതുപോലെ നമുക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസിനെ നിർബന്ധമായും പ്രൊമോട്ട് ചെയ്യണം. സ്പോർട്സിനെ എൻ്റർടൈൻ ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതുകൊണ്ട് ഈ ഇസിയാൻ സ്പോർട്സ് സിറ്റി ആൻഡ് കൺവെൻഷൻ സെൻറ്റർ
ബഹുമാനായ ശ്രീ ഷാജഹാൻ അദ്ദേഹത്തിന്റെ പ്രവാസ ലോകത്തെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് ആരംഭിച്ചതാണെങ്കിൽ ഇത് നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞു. ഒരിക്കൽ കൂടി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒരു സംരംഭം തുടങ്ങാൻ മുന്നോട്ട് വന്ന ശ്രീ ഷാജഹാനെ അദ്ദേഹത്തിനുള്ള നന്ദിയും ആദരവും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഈ സ്പോർട്സ് സിറ്റി നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അന്തർദേശീയ തലത്തിലുള്ള യഥാർത്ഥത്തിൽ പരിശീലകരൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ സ്പോർട്സിനും ഗെയിംസിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം തുടങ്ങിയ ഈ സ്ഥാപനം, തുടങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനം വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വളർന്നത് പന്തിന് സാധാരണ ഇതുപോലെ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് കുറേ പണമൊക്കെ ഉണ്ടാക്കി ആ പ്രവാസ ജീവിതം ഒന്ന് അവസാനിപ്പിക്കുന്ന ഒരു കാലം വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ലാഭം കിട്ടുന്ന ബിസിനസ്സുകളാണ്. നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ലാഭം കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യും. പലരും പണം പലിശയ്ക്ക് കൊടുക്കും. വേറെ ചില ആളുകളൊക്കെ നമുക്ക് ഏതെങ്കിലും വ്യാപാരങ്ങളും വളരെ ലാഭകരമായി പെട്ടെന്ന് പണം കിട്ടുന്ന റിട്ടേൺ ഉള്ള എന്തെങ്കിലും മാർഗം നോക്കും. ഇത് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം ഈ മുടക്കിയ പണത്തിൻ്റെ റിട്ടേൺ ഉടനടിയൊന്നും കിട്ടത്തില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിനും അറിയാം. ഇവിടെ ഒരു മൾട്ടി സ്പോർട്സ് സംവിധാനമാണ്. ടൂർണമെൻറ്റുകൾ സ്റ്റേറ്റ് ലെവലിലേക്ക് നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പോർട്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക. സ്പോർട്സിൽ വരുമ്പോൾ ഒന്നാമത് അവർ നല്ല ശാരീരിക ക്ഷമത ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പോർട്സിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രധാനമാണ്. അപ്പോൾ ഇവർ ഡ്രഗിലേക്കൊന്നും പോകില്ല. കാരണം അവർ സ്പോർട്സിൽ വിജയിക്കണമെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തിയേ മതിയാകും. ഈ കൊച്ചു ഗ്രാമത്തിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കടന്നു വരുമ്പോൾ ഇനിയും കൂടുതൽ സംരംഭങ്ങൾ കടന്നു വരുവാൻ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഈ സംരംഭങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വിശാലമായ സംരംഭം തുടങ്ങിയ ശ്രീ ഷാജഹാൻ സാറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം നടത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു യുവതയെ വാർത്തെടുക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു യുവതയെ വാർത്തെടുക്കാൻ കായിക മേഖലയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ ആഗ്രഹം നടപ്പിലാക്കുവാൻ ഏത് കർമ്മക്ഷേത്രത്തിൽ പ്രവർത്തിച്ചാലും അതിനനുസൃതമായി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.